ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. അതിനാണ് ജീവന്റെ ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയെ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ധാരാളമായി നമ്മളിലേക്ക് ഒഴുകുവാനും ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയായിരുന്നു. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ദൈവം നമ്മെ കൂടുതലായിട്ട് സഹായിക്കട്ടെ. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 6ഉം 7ഉം അധ്യായങ്ങളിലെ ചില സന്ദേശങ്ങളാണ് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 6ാമത്തെ അധ്യായത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഗിദെയോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം പേര് സൂചിപ്പിക്കുന്ന പോലെ ന്യായാധിപന്മാരുടെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇസ്രായേൽ ജനത്തെ നയിച്ച 12ഓളം ന്യായാധിപന്മാരുണ്ട്. അതിലൊരു ന്യായാധിപനാണ് ഗിദെയോൻ. ഗിദെയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ഗിദെയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വെട്ടി വീഴ്ത്തുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മനാസെ ഗോത്രത്തിൽപ്പെട്ട ഏറ്റവും എളിയവനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഗിദെയോൻ എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 6ഉം 7ഉം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഈ ഗിദെയോനെ പറ്റി പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും കാണാം. വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതിയിരിക്കുന്ന ബൈബിൾ ഭാഗമാണ് പുതിയ നിയമത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനം 11ാമത്തെ അധ്യായം. 11ാമത്തെ അധ്യായത്തിൽ ഈ ഗിദെയോൻ്റെ പേര് നമുക്ക് അവിടെ കാണാം. ബാറക്, സാംസൺ, ഗിദെയോൻ, ഇവരുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഗിദെയോനെ നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിലെ ഓരോ വ്യക്തികളെ എങ്ങനെ എടുത്ത് പഠിക്കുന്ന രീതിയാണ് ക്യാരക്ടർ സ്റ്റഡി. ഓരോ വ്യക്തികളെയും, ബൈബിളിലെ ധാരാളം വ്യക്തികളെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ദൈവം അനുവദിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ധാരാളമായിട്ട് ഇറക്കുവാനും അങ്ങനെ ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന ആശയങ്ങളെല്ലാം നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനായിട്ട് ഒരുങ്ങുന്ന, പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ അധ്യായങ്ങളിൽ വിവരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗിദെയോൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് വളരെ മനോഹരമായ അനുഭവങ്ങൾ അവർ മരുഭൂമിയിലൂടെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അഗ്നിസ്തംഭമായ ദൈവം അവരുടെ കൂടെ നടന്നു. അതുപോലെ മേഘസ്തംഭമായ ദൈവം കൂടെ നടന്നു. അവർക്ക് മന്നയായിട്ട് ദൈവം ആഹാരമായിട്ട് അവതരിച്ചു. അതുപോലെ തന്നെ പാറയിൽ നിന്ന് അവർക്ക് വെള്ളം നൽകി. ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ അവർക്കുണ്ടായതായിട്ട് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വേദനിക്കുന്ന അനുഭവങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പാപമുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചടികൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മിദ്യാൻകാരാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആരാണ് മിദ്യാൻകാർ? മിദ്യാൻകാർ ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 25ാമത്തെ അധ്യായം വായിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 25ാമത്തെ അധ്യായത്തിൽ അബ്രഹാം വിവാഹം കഴിച്ചൊരു സ്ത്രീയുടെ പേര് കാണാം, കെത്തൂറ എന്ന് പറഞ്ഞ സ്ത്രീ. ആ സ്ത്രീയിൽ അബ്രഹാമിന് ധാരാളം മക്കളുണ്ടായി. സിമ്രാൻ, അതുപോലെ മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ് എന്നീ പേരുകൾ കാണാം. അതിലൊരു പേരാണ് മിദിയാൻ. മിദിയാൻ്റെ വംശം കെത്തൂറയിലുണ്ടായിരുന്ന ആ സ്ത്രീയിലുണ്ടായിരുന്ന കുഞ്ഞാണ് മിദിയാൻ. അതിൽ നിന്നാണ് മിദിയാൻകാരുണ്ടായത്. ആ മിദിയാൻകാർ ഇസ്രായേൽക്കാരെ തടഞ്ഞു നിർത്തുന്നതും ആക്രമിക്കുന്നതുമാണ് 6ാമത്തെ അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 6ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മിദിയാൻകാർ ഇങ്ങനെ വെട്ടുകിളി പോലെ നിറഞ്ഞിരിക്കുകയാണ്. മിദിയാൻകാർ മാത്രമല്ല, പൗരസ്ത്യരായിട്ടുള്ള ആളുകളൊക്കെ ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചു, അവരെ ഉപദ്രവിച്ചു. മാത്രമല്ല ഇസ്രായേൽ ജനത്തിന് പർവ്വതങ്ങളിലുള്ള മാളങ്ങളിലും ഗുഹകളിലും താമസിക്കേണ്ട ഗതികേടുണ്ടായി. അവരുടെ വയലുകളിലെ കൃഷികളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മിദ്യാൻകാർ എല്ലാ തരത്തിലും ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചു. കാരണം ഇസ്രായേൽ ജനം പാപം ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ വിപത്തുകളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ഒരാളെ ഉയർത്തി, അവർക്ക് വിമോചകനായ ഒരാളെ ഉയർത്തി. ആ ഉയർത്തിയ ആളാണ് ഗിദെയോൻ. വെട്ടിവീഴ്ത്തുന്നവൻ അർത്ഥത്തിൽ ഗിദെയോനെ ദൈവത്തിൻ്റെ ദൂതൻ തിരഞ്ഞെടുക്കുന്ന മനോഹരമാണ്. 6ാമത്തെ അധ്യായത്തിൻ്റെ 12ാം വാക്യത്തിൽ ഗിദെയോന് മാലാഖ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ എന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ പേടിത്തൊണ്ടനാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ കർത്താവ് അദ്ദേഹത്തെ വിളിക്കുന്നു നോക്കിയാൽ, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഇങ്ങനെയാണ് ദൈവം ബലഹീനരായ നമ്മെ ബലപ്പെടുത്തുകയാണ്. നല്ല ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ, ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ ദൈവം എപ്പോഴും നമ്മോട് പറയുന്നു.
ഗിദെയോനോട് പറയുന്നതാണ്, ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നാണ് പറയുന്നത്. ശക്തരും ധീരരുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഏത് പശ്ചാത്തലത്തിലാണെന്നോ പറയുന്നത്? ഗിദെയോനൊരു പാറയിലൊരു കുഴി, പാറയിലെ കുഴിയിലാണ് മുന്തിരിയെല്ലാം ഇട്ട് അവർ ചവിട്ടി മുന്തിരി നീരെടുക്കുക. ആ കുഴിയിൽ, പാറയിലുള്ള ആ കുഴിയിൽ കുറേ ഗോതമ്പ് കൊണ്ടിട്ട് ഗോതമ്പ് മെതിക്കുകയാണ്. എന്തിനാ? അദ്ദേഹം വല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിദിയാൻകാരെ ഭയന്നിട്ടാണ് അതൊക്കെ രഹസ്യമായി ചെയ്യുന്നത്. പക്ഷേ ദൈവദൂതൻ അദ്ദേഹത്തെ പറയുന്ന പേരാണ് ശക്തനും ധീരനുമായ മനുഷ്യർ. ദൈവം എപ്പോഴും ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഈ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്നതാണ്, ശക്തിപ്പെടുക, ധീരനായിരിക്കുക, കീഴ്പ്പെട്ട് പോകരുത്, എതിർക്കണം, തിന്മയുടെ ശക്തികൾ എതിർക്കണം, എഴുന്നേൽക്കണം എന്നുള്ള സന്ദേശമാണ് പറയുന്നത്. അങ്ങനെ ഗിദെയോൻ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചു. ദൈവം പറഞ്ഞതുപോലെ അദ്ദേഹം ഇസ്രായേൽ ജനത്തിന് ആളുകളെ തെരഞ്ഞെടുത്തു. ഗിദെയോൻ്റെ വാക്ക് കേട്ട് ധാരാളം ആളുകൾ വന്നു. ഈ മിദിയാൻകാരെ, പൗരസ്ഥരായിട്ടുള്ള ആളുകളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി, തങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ധാരാളം ആളുകൾ വന്നു. അങ്ങനെ വന്ന ആളുകൾ വളരെയധികം വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത്രയും ആളുകളായിട്ട് യുദ്ധത്തിന് പോകണ്ട, ഇത് ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇത്രയും ആളുകൾ പോയി യുദ്ധത്തിന് ജയിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളുടെ കൈക്കരുത്ത് കൊണ്ടാണ് ജയിച്ചത്, നിങ്ങൾ വീമ്പടിക്കും. അതുകൊണ്ട് ഇത്ര ആൾ വേണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഇത്ര ആളുകൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കർത്താവ് പറഞ്ഞു, പേടിയുള്ളവരൊക്കെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഗിദെയോൻ ദൈവത്തിൻ്റെ നിർദ്ദേശം പറഞ്ഞു, ഭയമുള്ളവരൊക്കെ വീട്ടിൽ പൊക്കോട്ടോ, യുദ്ധത്തിന് വരണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 22,000 ആളുകൾ വീട്ടിൽ പോയി, ബാക്കി 10,000 പേര് ശേഷിച്ചു. അപ്പോൾ 32,000 ആളുകളാണ് യുദ്ധത്തിന് വന്നത്. പേടിത്തൊണ്ടന്മാരൊക്കെ പോയിക്കോളാൻ പറഞ്ഞപ്പോൾ 22,000 പേര് വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് വന്ന ആളുകൾ ഭൂരിഭാഗം പേരും, പകുതി അധികം പേരും പിന്നെ ഭയമുള്ളവരായിരുന്നു. അങ്ങനെ 10,000 പേര് ശേഷിച്ചു. കർത്താവ് പറഞ്ഞു, ഗിദെയോനോട് പറഞ്ഞു, ഈ 10,000 പേരിൽ ഇവർ അധികമാണ്, ഇത്ര ആളുകൾ വേണ്ട, ഇവരെ പരിശോധിക്കാം, ഒരു ജലാശയത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണുന്നത്. ജീവജല നദിയിലേക്ക് കൊണ്ടുവരാണ്, ഒരു നദിയിലേക്ക് കൊണ്ടുവരും. നദി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. യെശയ്യായുടെ പ്രവചനം 55-ന്റെ 1-ാം വാക്യം, ദഹാർത്തരെ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ. അതെ, അവരെ ഒരു ജലാശയത്തിലേക്ക് കൊണ്ടുവരാണ്. കർത്താവ് പറഞ്ഞു, ഈ 10,000 പേരോടും വെള്ളം കുടിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ പിന്നെ പട്ടി വെള്ളം കുടിച്ചതുപോലെ, നായ വെള്ളം നക്കി കുടിച്ചതുപോലെ നക്കി കുടിക്കുന്നവരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ചില ആളുകൾ കയ്യിൽ വെള്ളം കോരി ആ വെള്ളം നക്കി കുടിച്ചു. പട്ടി വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ വെള്ളം നക്കി കുടിച്ചു. ബാക്കിയുള്ളവരെല്ലാം അവിടെ മുട്ടുകുത്തി അവർ കമിഴ്ന്ന് കിടന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നായ വെള്ളം കുടിച്ചതുപോലെ കുടിച്ചവരെ മാറ്റി നിർത്താൻ പറഞ്ഞു. എണ്ണി നോക്കിയപ്പോൾ വെറും 300 പേരുള്ളൂ. ആ 300 പേര് മതി, ബാക്കിയെല്ലാവരും വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ 10,000-ലെ 300 പേരെടുത്തു, ബാക്കിയുള്ള 9,700 പേരും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. വെറും 300 പേരെ ദൈവം സെലക്ട് ചെയ്തു. ഇൻ്റർവ്യൂവിന് വന്ന എന്തുമാത്രം പേരാ സെലക്ഷൻ കിട്ടി? 300 പേർക്കാണ്. അതെ, ദൈവത്തിൻ്റെ ജീവജല നദിയുടെ അവിടെ വെച്ച് അവരെ പരിശോധിച്ചു. ആ പരിശോധന കഴിഞ്ഞപ്പോൾ 300 പേരെയാണ് കിട്ടിയത്. ആ 300 പേരെയാണ് ഈ പിന്നെ വെട്ടുക്കിളി പോലെ നിറഞ്ഞു കിടക്കുന്ന ഈ മിദിയാൻകാരെ ആക്രമിക്കാൻ വെറും 300 പേരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ പിന്നെ യുദ്ധം അത് കൈയുടെ ബലം കൊണ്ടല്ല, സൈന്യബലത്താലല്ല, ശക്തിയാലല്ല, പിന്നെയോ നമ്മുടെ കൈക്കരുത്തോ ബുദ്ധിയുടെ പ്രവർത്തനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 300 പേരെ തിരഞ്ഞെടുത്തു. ഇനിയും വിചിത്രമായ കാര്യങ്ങളാണ്. ഈ 300 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ മിദിയാൻകാർ താഴ്വരയിലെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഇവർ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. 300 പേരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ ആളുടെ കയ്യിലും വാളില്ല, കുന്തമില്ല, പരിചയമില്ല, ഒന്നുമില്ല. എന്നാൽ ദൈവം അവരോട് ഒരു കാര്യം പറഞ്ഞു. അവർ എടുക്കേണ്ട ചില സാധനങ്ങൾ പറഞ്ഞു. അവർ ഒരു കയ്യിൽ ഒരു ഭരണി വേണം, ഭരണി. പിന്നെ ഒരു കയ്യിൽ കാഹളം വേണം, കാഹളം. ഒരു കയ്യിൽ ഭരണി. പ്രിയപ്പെട്ടവർ, യുദ്ധം ചെയ്യാൻ പോകുന്നവർക്ക് ഭരണിയുടെ ആവശ്യം എന്താണ്? ഭരണിയുടെ ആവശ്യമുണ്ടോ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ? അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദൈവം പറഞ്ഞത് ഇതാണ്, ഒരു കയ്യിൽ ഭരണി ഉണ്ടാകണം. വെറുതെ ഭരണി പോരാ, ആ ഭരണിയുടെ അകത്തൊരു തീപ്പന്തം വെക്കണം, തീപ്പന്തം. ഭരണിയുടെ അകത്ത് തീപ്പന്തം വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ തീപ്പന്തം ആളി കത്തൂല്ല. കാരണം ഓക്സിജൻ കുറവായിരിക്കും, അതിലേക്ക് അതിങ്ങനെ പുകഞ്ഞ് കത്തും, പക്ഷെ ആളി കത്തൂല്ല. മറുകയിൽ കാഹളം വേണം. ഈ സാധനങ്ങൾ കൊണ്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ജീവനിൽ കൊതിയുള്ള ഒരാളും പോവില്ല. പ്രാണനിൽ കൊതിയുള്ള ആളുകൾ ഈ മിദിയാൻകാരുടെ അടുക്കിലേക്ക് ഈ ഭരണിയും തീപ്പന്തവും ഈ കാഹളം കൊണ്ട് യുദ്ധത്തിന് പോവോ?
പക്ഷെ ദൈവം പറഞ്ഞു കേട്ട് ആ 300 പേരാണ് പോയത്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കണം. നായ വെള്ളം കുടിച്ചു പോലെ കുടിച്ചവരെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്നറിയുമോ? നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പട്ടി വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ചുറ്റുപാടും ശ്രദ്ധിക്കും. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചുറ്റുപാടും അത് ഇങ്ങനെ ശ്രദ്ധിക്കും. അത് അലേർട്ടാണ്, എല്ലാവരുടെയും ജാഗരൂകമായി നോക്കിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ജാഗ്രതയുള്ളവനെയാണ് ദൈവം ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവന് ജാഗ്രതയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള 300 പേരെ തിരഞ്ഞെടുത്തു. അവരുടെ കയ്യിൽ ഭരണി കൊടുത്തു. ഭരണിക്കകത്ത് തീപ്പന്തമുണ്ട്, മറുകയിൽ കാഹളമുണ്ട്. ഗിദെയോൻ അവരോട് പറഞ്ഞു, ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കണമെന്ന് പറഞ്ഞു. 300 പേരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. 100 100 100 അങ്ങനെ 3 ഗ്രൂപ്പായി തിരിച്ചു. അങ്ങനെയാണ് മലയുടെ മുകളിൽ നിന്ന് അവർ താഴ്വരയിലേക്ക് ഇറങ്ങി വരികയാണ്. താഴ്വര മുഴുവൻ ഇങ്ങനെ അവരുടെ ശത്രു സൈന്യം നിരന്നിരിക്കുകയാണ്. മിദിയാൻകാർ നിരന്ന് ഇരിക്കുകയാണ്. അവിടേക്കാണ് 300 പേര് 3 സൈഡിൽ കൂടെ ഇറങ്ങി വരുന്നത്. എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് അറിയുമോ? ഭരണി ഉടയ്ക്കണം. ഭരണി എല്ലാവരും ഒരേ സമയം ഉടയ്ക്കണം. ഭരണി ഉടയ്ക്കണം മാത്രമല്ല, പിന്നെ കാഹളമൂതും ചെയ്യണം. ഭരണി ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭരണി ഒരേ സമയം ഉടച്ചപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ മാത്രമല്ല, കാഹളത്തിൻ്റെ ശബ്ദം കേട്ടു. കാഹളത്തിൻ്റെ ശബ്ദം, ആ വലിയ കാഹളത്തിൻ്റെ ശബ്ദം, കാഹളം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കാഹളത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മിദ്യാൻകാർ ഭയന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. അവർ പരസ്പരം വിട്ടുകൂടി. അവരങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടേറ്റ് മരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അവർ ദൈവം പറഞ്ഞത് ചെയ്തുള്ളൂ. അവർ കാഹളമൂതി ഭരണി ഉടച്ചു. ഭരണി ഉടച്ചപ്പോൾ എന്തുപറ്റി? അവരെല്ലാം ആ ബഹളം കേട്ട് പരസ്പരം വെട്ടുകൊണ്ട് ചത്തു. മാത്രമല്ല, അവർ രാജാക്കന്മാരെ ഓടിച്ചിട്ട് ഇവർ പിടിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കി ഏതോ ദൈവദാസൻ അത് പാട്ടാക്കി മാറ്റി. എന്താണെന്നറിയാമോ? ആ പാട്ടാണ് പിന്നെ വേദപുസ്തകത്തിലെ ഈ വരികൾ വെച്ചാണ് ആ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഓർമ്മയുണ്ട് ആ പാട്ട്? ആ പാട്ടിലാണ് നമ്മൾ കാണുന്നത്, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. മൺകുടമുടഞ്ഞപ്പോൾ മൺകുടത്തിനകത്തിരുന്ന തീപ്പന്തം കത്താൻ തുടങ്ങി. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ഗിദെയോന്റെ കൂട്ടുകാരുടെ 300 പേരുടെ ആ ഭരണി ഉടഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന പന്തം കത്താൻ തുടങ്ങി, തീ ജ്വലിക്കാൻ തുടങ്ങി. അതാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന ഗാനത്തിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ഞാൻ നവീകരണ കാലഘട്ടത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഈ പാട്ടുകൾ ധാരാളം ഒക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഞാനിങ്ങനെ ഭക്തനായൊരു മനുഷ്യനോട് ചോദിച്ചു, എന്താണ് ഈ മൺകുടമുടയും തീ കത്തിയിടും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞു, ഈ പിന്നെ എന്താണ് ചാത്തൻ സേവയോ അങ്ങനെയുള്ള തെറ്റായ ആരാധനയ്ക്ക് പോയി അതെല്ലാം കുടത്തിലെന്തോ വെച്ചിരുന്നു, ആ കുടം മറിഞ്ഞു വീണ് പൊട്ടിയതാന്ന് പറഞ്ഞു. എന്ത് വെഡിത്താണ് പറഞ്ഞു നോക്കുക. എന്നാൽ വചനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ശ്രദ്ധിക്കണമേ. പുതിയ നിയമത്തിലെ മൺകുടം ആരാണെന്നറിയാമോ? ഞാനും നിങ്ങളുമാണ് പുതിയ നിയമത്തിലെ മൺകുടം. കൊരിന്ത്യ ലേഖനത്തിൽ 2 ലേഖനം 4-7 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് കാണിക്കാൻ ഈ നിധി മൺപാത്രങ്ങളിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മൺപാത്രം, ഞാനും നിങ്ങളുമാണ് മൺപാത്രം. ആ മൺപാത്രത്തിലാണ് ഈ നിധി, പരിശുദ്ധാത്മാവാകുന്ന നിധി തന്നിരിക്കുന്നത്. ആ നിധി, ആ അഗ്നി ആളിക്കത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആളിക്കത്തണമെങ്കിൽ എന്ത് പറ്റണം പ്രിയപ്പെട്ടവരെ? തീ ആളിക്കത്തണമെങ്കിൽ എന്ത് പറ്റണം? ഗിദെയോന്റെ കയ്യിലിരുന്ന തീപ്പന്തം അദ്ദേഹത്തിൻ്റെ കൈകളിലല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ തീപ്പന്തം ഭരണിക്കുള്ളിലായിരുന്നു. ഭരണിക്കുള്ളിലെ തീ കത്തണമെങ്കിൽ എന്ത് വേണം? ആ ഭരണി ഉടയണം. പുതിയ നിയമത്തിൻ്റെ ചിന്ത ഇതാണ്. ഈ ഭരണിയിലെ ഈ ശരീരം ഇത് ഉടയാൻ വിട്ടുകൊടുക്കണം. ഇത് ദൈവത്തിന് സമർപ്പിക്കണം. ഇത് ഉടയണം, ഇത് തകരണം. എന്നാലാ ഇതിൻ്റെ അകത്തെ തീ കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, പലർക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി ആളിപ്പടരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നോ? ഈ ശരീരല്ലേ നീ ശരിയായ തരത്തിൽ സമർപ്പണം ചെയ്തിട്ടില്ല. ഇത് ശരിയായ കർത്താവിൻ്റെ അൾത്താരയിൽ കർത്താവിൻ്റെ കാൽപാദത്തിൽ നീ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോഴാണ് തീ കത്തുക. ഇതിനെ, ഈ ശരീരത്തിൻ്റെ സുഖമോഹങ്ങൾക്ക് വേണ്ടി, പാപസുഖമോഹങ്ങൾക്ക് വേണ്ടി, ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ശരീരത്തെ നീ സമർപ്പണം ചെയ്താൽ തീ കത്തുകയില്ലേ പ്രിയപ്പെട്ടവർ? തീ ആളിക്കത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ സ്വർഗീയാഗ്നി ആളിക്കത്തണമെങ്കിൽ ഈ ശരീരം ഉടയാതെ നിവർത്തിയില്ല. നമുക്കറിയാം, നമ്മുടെ സഭയിലെ വിശുദ്ധാത്മാക്കളെ പരിശോധിച്ചാൽ അറിയാം, അവരിതെല്ലാം ഉടയാൻ വിട്ടുകൊടുത്ത ആളുകളാണ്.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ സുവിശേഷ ഘോഷണത്തിലൊക്കെ പ്രധാനമായും അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ജീവനെ തന്നെയും വെറുക്കാതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ജീവനെ തന്നെ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് സമർപ്പിക്കുന്ന മനുഷ്യരില്ലേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആളിക്കത്തിലുണ്ടാവും. ഞാനൊരിക്കൽ നമ്മുടെ മദർ തെരേസയുടെ ഹോമിൽ കൽക്കത്തയിൽ പോയ അവസരത്തിൽ അവിടെ ഞാൻ കണ്ടു. അവിടെ ധാരാളം സിസ്റ്റേഴ്സ് ഈ കൈക്കുഞ്ഞുങ്ങളെ ധാരാളം പരിപാലിക്കുന്നതും അവർ വളർത്തിക്കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്നതും കണ്ടു. മലയാളിയായ ഒരു സിസ്റ്റർ ഞാൻ പരിചയപ്പെട്ടു. ഞങ്ങൾക്കന്ന് ഭക്ഷണം സിസ്റ്ററാണ് വിളമ്പി തന്നത്. സിസ്റ്റർ ഭക്ഷണം വിളമ്പി തരുമ്പോൾ ശ്രദ്ധിച്ചു. സിസ്റ്റർ ഈ കൈ ഉടുപ്പ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭക്ഷണം വിളമ്പിപ്പോൾ കയ്യിലെല്ലാം ഇങ്ങനെ എന്തോ ചെറിയ ചെറിയ വ്രണങ്ങളുണ്ടാവുമെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ സിസ്റ്റർ അത് ആ കയ്യിലെ ഫോൾഡ് ശരിക്കും നിവർത്തിയിട്ടു. എന്തൊക്കെയാണെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലെവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചതിൻ്റെ മധ്യത്തിൽ ഞാൻ ചോദിച്ചു, ഈ കൈകളിൽ എന്താണ് ഇങ്ങനെ പാട് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ല, പിന്നീട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇത് ഞങ്ങൾ ഇവിടെ ചേരി പ്രദേശത്ത് സ്ലം ഏരിയയിൽ പോവും. അങ്ങനെ പോകുമ്പോൾ അവിടെയുള്ള കൊതുകുകൾ കടിക്കുമ്പോഴുണ്ടാകുന്ന വ്രണങ്ങളാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വ്രണങ്ങളുണ്ടാവും. ഒരു കൊച്ചു സിസ്റ്ററാണ്, പ്രായം കൊണ്ട് ചെറുപ്പമാണ്. അത്രയും പ്രായമുള്ള നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ, യുവതികളുണ്ടല്ലോ, അവരുടെ കയ്യിലൊക്കെ നല്ല മൈലാഞ്ചിയും എന്തോ ചാന്തും ചായൊക്കെ തേച്ച് മനോഹരമായി കൊണ്ടു കിടക്കുന്നത് കാണാം. എന്നാൽ ഈ സഹോദരി സിസ്റ്റർ എന്താണ് ചെയ്തിരിക്കുന്നത്? തൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ആ ശരീരം അഴുകാൻ വിട്ടുകൊടുക്കുകയാണ്. അപ്പോഴെന്ത് സംഭവിക്കുന്നറിയാമോ? അപ്പോഴാണ് തീ ആളിപ്പടരുക. തീ ആളിക്കത്തണമെങ്കിൽ ഇതിനെ കൊഴുപ്പിച്ചും സുഖിപ്പിച്ചും കൊണ്ടു നടന്നാൽ തീ ആളിക്കത്തത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട ആശയം ഇതാണ്: മൺകുടമുടയാതെ തീ കത്തുകയില്ല. ഗിദെയോൻ്റെ കയ്യിലിരിക്കുന്ന ഭരണി, ഗിദെയോൻ്റെ കൂടെ വന്നിരിക്കുന്ന 300 പേരുടെ കയ്യിലിരിക്കുന്ന ഭരണി, അയ്യോ ഈ ഭരണി ഞാൻ ഉടക്കില്ലെന്ന് പറഞ്ഞാലോ, കർത്താവാണ് പറഞ്ഞ് ഈ ഭരണി നിലത്തിട്ട് ഉടയ്ക്കാനാണ് പറഞ്ഞത്. ഒരുമിച്ച് ഉടയ്ക്കാൻ പറഞ്ഞപ്പോൾ തീ ആളിക്കത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ സന്ദേശമാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിൽ മറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോഴാണ് നിഴൽ പൊരുൾ ബന്ധം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓരോ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമം പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനം 10:1 ഞാൻ പലവട്ടം ആവർത്തിച്ചതാണ്. നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനി രൂപമല്ല. അതുകൊണ്ട് പഴയ നിയമം നിഴലുകളാണ്, പുതിയ നിയമം പൊരുളുകളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ഈ നിഴൽ, ഈ മൺകുടം ഉടയുന്നത്, അതിൽ അഗ്നി കത്തുന്നത്, പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉടയാതെ തീ ആളിക്കത്തത്തില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ഈ ദിവസങ്ങളിൽ നാം എത്തിപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കണം, നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് ഈ ശരീരം വിട്ടുകൊടുക്കാത്തത്, മനസ്സിനെ വിട്ടുകൊടുക്കാത്തത്, സമർപ്പണം ചെയ്യാത്തത്. അത് പരിപൂർണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്തു കഴിയുമ്പോൾ അഗ്നി ആളിപ്പടരാൻ തുടങ്ങും. പതുക്കെ അഗ്നി ആളിപ്പടരാൻ തുടങ്ങുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ തേജസ്സുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറും. ദൈവത്തിൻ്റെ ശക്തിന നിറഞ്ഞ മനുഷ്യരായിട്ട് നമുക്ക് മാറും. നമുക്കതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ അധികമായി വ്യാപരിക്കട്ടെ. കർത്താവേ, സ്നേഹവാനായ ദൈവമേ, ഈ സുന്ദരമായ സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നിനാളങ്ങൾ ഞങ്ങളിൽ എല്ലാവരിലും പടരുവാൻ അവിടെ ഇടവരുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. എന്നെ കാണണമേ, നിന്റെ കരമേകി താങ്ങി നിർത്തണമേ. മരുഭൂവിൽ വെള്ളം പകരണമേ, എന്റെ ഹൃദയത്തിൽ വാസം കൊള്ളണമേ. മരണത്തിൽ എന്റെ അരികിലായി വന്ന് ആശ്വാസരാഗം മീട്ടണമേ. വിധിനാളിൽ നിന്റെ കരുണതൻ കൺകൾ ഒരു വട്ടം എന്നിൽ പതിയണമേ. പരിശുദ്ധാത്മാവേ വരമേഴും നൽകും, പരിശുദ്ധാത്മാവേ വരണമേ. ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ. പരിശുദ്ധാത്മാവേ വരമേഴും നൽകും, പരിശുദ്ധാത്മാവേ വരണമേ. ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ.